വെൽക്കം ടു ട്രൂ ഈവൻ. സോ നമുക്കിന്ന് HTOയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ്സ് റിഗാർഡിംഗ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അതായത് ഫണ്ടമെന്റൽ ബേസിസ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് ചോദിച്ചിട്ടുള്ളവർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അക്കൗണ്ടിങ് കൺവെൻഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഫ്രം ടൈം ടു ടൈം? ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കൺവെൻഷൻസിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണ് ഇത്. ദെൻ വേറെ ഒരെണ്ണം നോക്കാം. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. കൺസിസ്റ്റൻസി ആണോ, അക്രൂവൽ ആണോ, കോസ്റ്റ് ആണോ, അതെയോ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണോ? Likewise, capital is shown on the liability side of balance sheet. It is due to which concept? Entity concept ആണോ, ഡ്യുവൽ ആസ്പെക്റ്റ് ആണോ, അക്രൂവൽ ആണോ, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണോ? ഇങ്ങനെ കൺസെപ്റ്റിൻ്റെ ഏരിയകളിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോർമലി 1 to 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫ്രം അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ദാറ്റ്സ് ദ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയുമായിട്ട് കണക്ട് ചെയ്തതാണ്. കേരള PSCയുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ എത്തുന്നു. MCOM, LLB, MBA, ഫിനാൻസ്, CA, ഇന്റർ തുടങ്ങിയ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഏകദേശം 83,000 സാലറിയുള്ള ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ നയിക്കുന്ന ക്ലാസ്സുകളുമായി ട്രൂ ഈവൻ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ കാണുന്ന നമ്പറിൽ STO എന്ന് വാട്സപ്പ് ചെയ്യുക. സോ നമുക്ക് ആ ഏരിയയിലേക്കൊന്ന് പോകാം. ബിക്കോസ് അക്കൗണ്ടിങ് ഈസ് എ മാൻമെയ്ഡ് സയൻസ് അല്ലേ, നമുക്കത് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സയൻസ് അല്ല. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അസംഷൻസ്. ഈ ഒരു സാധനം വർക്ക് ആവണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചില അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അസംഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ദർ ആർ സർട്ടൻ പ്രിൻസിപ്പിൾസ് വെയർ യൂസ്ഡ്, അല്ലെങ്കിൽ അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറേ കോൺസെപ്റ്റ് ഉണ്ട്, വിത്തൗട്ട് വിച്ച് അക്കൗണ്ടിങ് ഈസ് നോട്ട് പോസിബിൾ. അതിൽ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത്, നമുക്കൊരു സ്റ്റോറി ലെവലിലോ പോയി കഴിഞ്ഞാൽ ഇനീഷ്യലി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യു ഷുഡ് ട്രീറ്റ് ദം ആസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ബിസിനസ്സിനെയും ഓണറെയും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റണം. You should be able to consider business and owner as two separate persons. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. കാരണം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓണർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എങ്ങനെയാണ് ഫേമിന് ലൈബിൾ ആവണത്? ബിക്കോസ് ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സോ വെൻ ദ ബിസിനസ് ക്ലോസസ്, എന്തെങ്കിലും ഈ ഒരു ബിസിനസ്സിന് ഒരു അവസാനം ഉണ്ടെങ്കിൽ ഓണർ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. പിന്നെ അതേപോലെ വേറെ ഒരു എലമെൻ്റ് ആണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മണിയിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഷുഡ് ബി ഓൺലി റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ് അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ഷുഡ് ബി റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് വേണ്ടെന്നല്ല കേട്ടോ. വാട്ട് എവർ ഡേറ്റ യു ഷുഡ് റെക്കോർഡ് ദാറ്റ് ഷുഡ് ബി റിലയബിൾ ആയിട്ടുള്ള ഡേറ്റകളായിരിക്കണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റകളായിരിക്കണം. അങ്ങനെയുള്ള കുറേ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അക്കൗണ്ടിങ്ങിനുണ്ട്. ബട്ട് എനിത്തിങ് ദാറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, അല്ലെങ്കിൽ ഓൺലി എക്കണോമിക് ഈവൻറ്റ്സ് ദാറ്റ് ഷുഡ് ബി റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ്. എക്കണോമിക് ഈവൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്കണോമിക് ഈവൻറ്റ്സുകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്കിൽ ഓഫ് എ മാനേജർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്കിൽ ഓഫ് എ മാനേജർ ഒന്നും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ആക്കാത്തത്. കാരണം മാനേജറുടെ സ്കില്ലിനെ വി ആർ നോട്ട് ഏബിൾ ടു മെഷർ ഇൻ ക്വാളിറ്റേറ്റീവ് ടൈംസ്. ഇറ്റ് ഷുഡ് ബി മെഷർഡ് ഓൺലി ഇൻ ക്വാളിറ്റേറ്റീവ് ടൈംസ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യും, ബിക്കോസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടൈംസ്. സോ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ഇനീഷ്യലി പറഞ്ഞാൽ ഇങ്ങനെയുള്ള 2 അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ ഉണ്ടായുള്ളൂ. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റും മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന 2 അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആർ ഓൺലി ദെയർ. ബട്ട് പിന്നീട് നമുക്ക് മനസ്സിലായി ബിസിനസ് ഈസ് സംതിങ് വിച്ച് ഇസ് മെയിൻറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, പെർപെക്ച്വൽ സസഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വിച്ച് മീൻസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾ, സപ്പോസ് ഈ സംബഡി വിൽ ലൈക്സ് ടു പർച്ചേസ് സർട്ടൻ ഫിക്സഡ് അസറ്റ് ഓർ ലൈക്സ് ടു ഹയർ സർട്ടൻ ഫിക്സഡ് അസറ്റ്, വൈ ഇറ്റ് ഷുഡ് ബി ഡൺ? എന്തുകൊണ്ടാണ് അത് ലീസിങ്ങിന് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ലെവലിൽ പുള്ളി എടുക്കുന്നത്? പർപ്പസ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അങ്ങനെ ഒരു എലമെന്റിലേക്ക് അയാൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് ലോങ് റൺ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. So there should be other concept that is called going concern concept, which means business has an infinite life.
ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് ഫിക്സ്ഡ് അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കോസ്റ്റ് പ്രൈസിൽ കാണിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസിൽ കാണിക്കുമ്പോൾ എപ്പോഴും കോസ്റ്റ് പ്രൈസിൽ കാണിക്കാൻ പോയാൽ അത് കറക്റ്റ് ആവില്ല വാല്യൂ. സപ്പോസ് ഐ ഹാവ് പർച്ചേസ്ഡ് എ ഫർണിച്ചർ ഓൺ 2022 ഫോർ ₹1,50,000 എന്ന് വെച്ചിട്ട് 2027 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,50,000 ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ഓൾസോ ബി കൺസിഡേർഡ്. അപ്പോൾ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കോസ്റ്റ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇൻഫിനിറ്റ് ലൈഫ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ കോസ്റ്റ് എലമെൻറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചർ കാൽക്കുലേഷൻ അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മളൊരു വേറൊരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു വിച്ച് ഈസ് കോൾഡ് കോസ്റ്റ് കോൺസെപ്റ്റ്, വെയർ all assets are recorded at cost price. Whatever be the assets, that should be recorded in cost price and it's base for all the future transactions. നിങ്ങളുടെ എല്ലാ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിനും എല്ലാ ഫ്യൂച്ചർ കാൽക്കുലേഷൻ്റെയും ബേസ് എന്ന് പറയുന്നത് എന്ത് സാധനം തന്നെയാണ്? ഈ പറയുന്ന ഇതേ സെയിം എലമെന്റ് തന്നെയാണ്. ദാറ്റ് ഷുഡ് ബി ദ ബേസ് ഫോർ ഓൾ ദ ഫ്യൂച്ചർ കാൽക്കുലേഷൻസ്. നിങ്ങളുടെ ഫ്യൂച്ചർ കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ കാൽക്കുലേഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇതേ സെയിം സാധനം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. ഫിക്സഡ് അസറ്റുകൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ റിപ്രസെന്റ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മൾ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ഗീവിങ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നു, സാലറി എടുക്കുന്നു. നമ്മൾക്കൊരു റൂം ഹെയർ ചെയ്യുന്നു, റെന്റ് കൊടുക്കുന്നു. ലൈക്ക് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഗീവിംഗ് ആസ്പെക്ട് ആൻഡ് റിസീവിംഗ് ആസ്പെക്ട്. അതാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെന്ന് പറയുന്നത്. ദാറ്റ് വി ആർ കോൾഡ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഈച്ച് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്, വൺ ഗീവിംഗ് ആൻഡ് അതർ വൺ റിസീവിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ഡെറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വൈ വി ആർ ഫോളോയിങ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് അറിയണം നമ്മുടെ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം അറിയണം, അല്ലേ? യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ ബിസിനസ് ഹാസ് ഏൺ എ പ്രോഫിറ്റ് ഓർ ലോസ്. ഇതാണ് നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ പ്രോഫിറ്റും ലോസും അറിഞ്ഞാൽ മാത്രം നമുക്ക് കാര്യമില്ല. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, ഓക്കെ, ഐ ഹാവ് എ പ്രോഫിറ്റ് ഓഫ് 70,000 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹെവി ലൈബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ബിസിനസിന്റെ വാല്യൂവിനെ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേം, അല്ലെ? ഫണ്ടമെന്റലി ഇതാണ് ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും whether you follow whatever be the concepts you follow, you need to calculate profit or loss. അപ്പോഴാണ് നമുക്കൊരു പ്രശ്നമുള്ളത്. നമ്മളിത് തൊട്ട് മുമ്പ് ആദ്യത്തെ കോൺസെപ്റ്റിൽ ഇത് ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ നമ്മൾ പറഞ്ഞേക്കണ കാര്യം എന്താ? ബിസിനസിന്റെ ലൈഫ് ഇൻഫിനിറ്റ് ലൈഫാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലൈഫുള്ള ബിസിനസ്സിന് നമുക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ട് എങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണ്ടേ? അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യണ്ടേ? ഫോർ വിച്ച് യു നീഡ് ടു കാൽക്കുലേറ്റ് ഓർ യു നീഡ് ടു ഡിവൈഡ് ദ ബിസിനസ് ഇൻ ടു ഈക്വൽ ഇൻട്രവൽസ്. ബിസിനസ്സിനെ ഈക്വൽ ഇൻട്രവൽസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകളെ നിങ്ങൾ ഈക്വൽ ഇൻട്രവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. നമ്മുടെ ടാക്സിന്റെ പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എപ്പോഴും എന്തിന്റെ ബേസിലാണ് വരാറുള്ളത്? അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിന്റെ ബിസിനസ്സിലാണ് വരാറുള്ളത്. അതായത് എൻ്റയർ ബിസിനസ് ഈസ് ഡിവൈഡ് ഇൻ ടു ഈക്വൽ ഇൻട്രവൽസ്. എല്ലാ ബിസിനസ്സുകളെയും ഈക്വൽ ഇൻട്രവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, നിങ്ങൾ നിങ്ങളുടെ എൻ്റയർ ലൈഫ് ഉണ്ടെങ്കിൽ ആ എൻ്റയർ ലൈഫിനെ ഈക്വൽ ഇൻട്രവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് റിസൾട്ട്. നിങ്ങൾക്ക് നെറ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ നെറ്റ് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നെറ്റ് റിസൾട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണതല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് റിസൾട്ട് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കണമെങ്കിൽ യുവർ ഇൻകം ഷുഡ് ബി മാച്ച്ഡ് വിത്ത് എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് റിസൾട്ട്. ദാറ്റ് ഈസ് കോൾഡ് മാച്ചിങ് കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ വിളിക്കും. Income should be matched with expenses in order to find profit or loss. That's why depreciation is shown in the P&L account, but fixed asset at cost is not shown in the P&L account. P&L അക്കൗണ്ടിൽ കാണിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻകവും എക്സ്പെൻസുകളും മാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു കോൺസെപ്റ്റ് ആണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ വിളിക്കും. ദാറ്റ് മീൻസ് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഏൺഡ് ആൻഡ് റിയലൈസ്ഡ്. റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ വേറൊരു വേർഷനാണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചേക്കണേ? റവന്യൂ നമ്മൾ എപ്പോൾ റെക്കോർഡ് ചെയ്യണം? ഓൺലി വെൻ ഇറ്റ് ഈസ് ഏൺഡ്. നിങ്ങൾക്ക് ഏൺ ചെയ്ത് കഴിയുമ്പോൾ, അല്ലാതെ വെദർ ഇറ്റ്സ് എമൗണ്ട് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ക്രെഡിറ്റ് സെയിൽ ഷുഡ് ബി റെക്കോർഡ് ഇൻ അക്കൗണ്ടിങ് ബിക്കോസ് യു ആർ ലീഗലി എലിജിബിൾ ടു ഗെറ്റ് ദാറ്റ് എമൗണ്ട്. നിങ്ങൾ ലീഗലി എലിജിബിൾ ആണ് ആ എമൗണ്ട് കിട്ടാനായിട്ട്. സ്വാഭാവികമായിട്ടും നമുക്കത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് കോൾഡ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ വിളിക്കും. അപ്പോൾ
ഇങ്ങനെ റവന്യൂ മാത്രം കാണിച്ചാൽ പോരല്ലോ. ഇറ്റ് റെക്കോർഡ് റവന്യൂ വെൻ ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് റിഗാർഡ്ലെസ് വെദർ ദ ക്യാഷ് റിസീവ്ഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് റിസീവ്ഡ് ഓർ നോട്ട് എന്നുള്ളത് നോക്കാതെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? അക്രൂവൽ കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ വിളിക്കും. എന്നൊരു എക്സാമ്പിൾ ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ. ദെൻ അടുത്തൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ വിളിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ ഇൻകങ്ങൾ റെക്കോർഡ് ചെയ്യും, എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യും. ഇൻകങ്ങളും എക്സ്പെൻസുകളും നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് വെദർ ദ പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് വെദർ ദ എമൗണ്ട് ഹാസ് ബീൻ സ്പെൻഡ് എന്നുള്ള പേരിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മൾ ഇൻകങ്ങളും ക്യാഷ് പേയ്മെന്റ് കൊടുത്തോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മൾ എക്സ്പെൻസുകളും കാണിക്കുന്നത്. അപ്പോൾ വല്ല ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടന്നാലോ? അതുകൊണ്ട് അത് പറ്റൂല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താണ്? ഇറ്റ് റിക്വയർ ഓൾ ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ആൻഡ് ഫാക്ച്വൽ ഡേറ്റ. വെരിഫയബിളും ഫാക്ച്വലും ആയിട്ടുള്ള ഡേറ്റകൾ വെച്ചിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനം വെച്ചാൽ മാത്രമേ നമുക്ക് ഇത് വർക്കൗട്ട് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? എന്ത് ട്രാൻസാക്ഷൻ കാണിച്ചാലും അതിൻ്റെ ഒപ്പം ഇൻവോയ്സുകളും വൗച്ചറുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡിക്കലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ. പക്ഷേ പ്യുവർലി സ്പീക്കിംഗ് കോൺസെപ്റ്റുകളോടൊപ്പം തന്നെ നമുക്ക് ചില കൺവെൻഷൻസും അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആൻസർ കിട്ടുമെന്ന് അറിയണമല്ലോ. ഇതാ ആദ്യത്തെ ക്വസ്റ്റ്യൻ. Which accounting convention states that accounting practices should remain unchanged from time to time? ഇത് ഒരു കോൺസെപ്റ്റ് അല്ല, ഇതൊരു കൺവെൻഷനാണ്. അതായത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ചില പ്രാക്ടീസുകളാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് പ്രാക്ടീസസ് അൺചേഞ്ച്ഡ് ആയിട്ട് ഒരേപോലെ തന്നെ നിൽക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി എന്നുള്ള പേരിൽ വിളിക്കും. ദാറ്റ് മീൻസ് യു ഷുഡ് ഏബിൾ ടു റെക്കോർഡ് ഓൾ ദ ഡേറ്റ ഓൺ എ കൺസിസ്റ്റന്റ് മാനർ. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞേക്കണത്. സപ്പോസ് ഇഫ് യു ആർ ലൈക്സ് ടു മേക്ക് എ ചേഞ്ച്, നിങ്ങൾക്കൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചേഞ്ചസ് കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എലമെന്റ് എന്താണ്? നിങ്ങളിങ്ങനെ ഒരു ഐറ്റത്തിൽ നിന്ന് വേറൊരു ഐറ്റത്തിലേക്ക് നിങ്ങൾ ചേഞ്ചസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ വരുന്ന ചേഞ്ചസ് എങ്ങനെ കമ്പാരിസന് പോസിബിൾ ആവും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ ഒരു കാര്യമാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എലമെന്റുകളും പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ. കൺസർവേറ്റിസം എന്ന് പറയുന്നത് വേറൊരു കൺവെൻഷനാണ്, വിച്ച് മീൻസ് ദാറ്റ് യു ഷുഡ് ടേക്ക് എ നെഗറ്റീവ് വ്യൂ, അല്ലെങ്കിൽ യു ഷുഡ് ഗീവ് എ ഗ്ലൂമി വ്യൂ ഓഫ് ദി സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് യു ആൻറ്റിസിപ്പേറ്റ് ഓൾ പോസിബിൾ ലോസസ് ആൻഡ് യു ഷുഡ് ട്രൈ ടു അവോയ്ഡ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ പറ്റി നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു, പകരം ലോസിനെ മുഴുവൻ കാണുന്നു. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വ്യൂ പോയിന്റിൽ കാര്യങ്ങളെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റിസം എന്നുള്ള പേരിൽ വിളിക്കും. ദെൻ ദർ ഈസ് അതർ വൺ ഈസ് കോൾഡ് മെറ്റീരിയാലിറ്റി എന്നുള്ള പേരിൽ വിളിക്കും. വാട്ട് ഈസ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ വിളിക്കണേ? മെറ്റീരിയലി റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ. സെപ്പറേറ്റ് ഐറ്റംസിനെ സെപ്പറേറ്റ് രീതിയിൽ കാണിക്കണം നിർബന്ധമില്ല. ബട്ട് മെറ്റീരിയലി റെലവൻ്റ് ആണ് എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് ചെയ്യാമുള്ളൂ? അക്കൗണ്ടിങ്ങിൽ സെപ്പറേറ്റ് ഹെഡിൽ കാണിക്കാമുള്ളൂ. അപ്പോൾ ഒരേപോലെ ടൈം ടു ടൈം അൺചേഞ്ച്ഡ് ആയിട്ടുള്ള സാധനം ഏതാണ്? കൺസിസ്റ്റൻസിയാണ്. ദെൻ അടുത്തതാണ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ് ഈസ് പ്രൊവൈഡഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. അപ്പോൾ കൺസിസ്റ്റൻസി അല്ല. അക്രൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻകം ആണെങ്കിലും എക്സ്പെൻസുകളാണെങ്കിലും റിഗാർഡ്ലെസ് വെദർ ദ പേയ്മെന്റ് ഹാസ് റിസീവ്ഡ് റെക്കോർഡ് ചെയ്യുന്നതാണ് അക്രൂവൽ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് ആണ് ഗോയിങ് കൺസേൺ. പക്ഷേ ഡിപ്രീസിയേഷൻ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. കാരണം കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസ് ഫോർ ഓൾ ഫ്യൂച്ചർ കാൽക്കുലേഷൻസ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഏത് കോൺസെപ്റ്റ് ആണ്? കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ദെൻ അടുത്ത് ആസ് പെർ ഡാഷ് കോൺസെപ്റ്റ് ക്യാപിറ്റൽ ഈസ് ഷോൺ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എൻറ്റിറ്റി കോൺസെപ്റ്റ്, അല്ലാതെ വേറെ കോൺസെപ്റ്റുകളല്ല. ഇറ്റ് ഈസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദെൻ വേറെ എക്സാമിന് വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. An item is valued at exchange price at the date of acquisition and is shown in the financial statements at the value or amortized portion of it. This is the principle of dash. അപ്പോൾ ഒരു ഐറ്റം ഉണ്ട്, ആ ഐറ്റം ഈസ് വാല്യൂഡ് അറ്റ് ദ എക്സ്ചേഞ്ച് റേറ്റ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. എക്സ്ചേഞ്ച് റേറ്റിലാണ് കാണിക്കുന്നത്. ആൻഡ് ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് ദ വാല്യൂ ഓർ ആൻ അമോർട്ടൈസ്ഡ് പോർഷൻ ഓഫ് ഇറ്റ്. ചുരുക്കി പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കണേ? ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് എന്ന് ലെസ് അല്ലേ? അതിനല്ലേ പറഞ്ഞേക്കണം. എക്സ്ചേഞ്ച് വാല്യൂവിന് വാങ്ങിക്കുന്നു, അമോർട്ടൈസേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കുന്നു.
എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് ലെസ് കോസ്റ്റ് അല്ലെങ്കിൽ ലെസ് ഡിപ്രീസിയേഷൻ എന്നുള്ള പേരിൽ കാണിക്കുന്നതാണ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് ഏത് കോൺസെപ്റ്റാണ്? കോസ്റ്റ് കോൺസെപ്റ്റാണ്. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് എ സോൾ ട്രേഡർ ഡിസൈഡഡ് ടു യൂസ് സെയിം ബാങ്ക് അക്കൗണ്ട് ഫോർ ഹിസ് ബിസിനസ് ആസ് വെൽ ആസ് ഹിസ് പേഴ്സണൽ അഫെയർസ്. ഡാഷ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് വയലേറ്റഡ്. ഒരു സോൾ ട്രേഡർ അയാളുടെ പേഴ്സണൽ അക്കൗണ്ടും അയാളുടെ ബിസിനസ് അക്കൗണ്ടും ഒരേപോലെയാണ് ക്ലബ് ചെയ്യുന്നത്, ഒരേ നേച്ചറിലാണ് അയാൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് അവിടെ വയലേറ്റഡ് ആവുന്നത്? കാരണം എന്താ? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് വെച്ച് നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാമുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചേക്കണ കാര്യം അതാണോ? അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവർ വയലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് അവിടെ വയലേഷൻ വന്നേക്കണേ. സോ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളിൽ നിന്നും കൺവെൻഷനുകളിൽ നിന്നും മാത്രമായിട്ട് എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കേണ്ട എലമെൻസുകളാണ്. താങ്ക് യു.